നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇപ്പൊ എന്നെ ചോദ്യം ചെയ്യാൻ വന്നവരെല്ലാം അപ്പൊ എവിടെയായിരുന്നു? അതുകൊണ്ട് ആരും ഇക്കാര്യത്തിൽ എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട. ഉളുപ്പും മോനവും കെട്ട ജന്മങ്ങള്. നീ എന്തിനാടി ഇവളെ തല്ലിയത്? ഇവള് പറഞ്ഞ വൃത്തികെട്ട വർത്തമാനം മുത്തശ്ശിയും കേട്ടതല്ലേ? നിർത്ത്, എല്ലാവരും നിർത്ത്. കുട്ടൻ എന്റെ ഭർത്താവാ. ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിക്കേ. കുട്ടന് ദോഷകരമായി വരുന്നതൊന്നും ഞാൻ ചെയ്യില്ല. എന്തുകൊണ്ട് ഞാൻ ഈ മരുന്നുകളെല്ലാം എടുത്ത് നശിപ്പിക്കുന്നു എന്ന് അറിയാനുള്ള ക്ഷമ കാണിക്കാതെയാണ് ഇവിടെ ഈ ബഹളമൊക്കെ ഉണ്ടായത്. സത്യാവസ്ഥ മാഡത്തിനോട് പറഞ്ഞു വരികയായിരുന്നു. സ്വാമി അച്ഛന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാനിതെല്ലാം ചെയ്തത്. ഈ മരുന്നുകൾ കഴിക്കുമ്പോ കുട്ടൻ അതിയായ ക്ഷീണവും ഉറക്കവും വരുന്നതുകൊണ്ടും കുട്ടൻ ഇത് കഴിക്കാൻ മടി കാണിക്കുന്നതുകൊണ്ടും അതിന്റെ കാരണം അറിയാൻ വേണ്ടി ഞാൻ സ്വാമി അച്ഛനെ കോണ്ടാക്ട് ചെയ്തു. ഈ മരുന്നുകളുടെ ഫോട്ടോസ് എല്ലാം ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അത് കണ്ടിട്ട് ഈ മരുന്നുകളൊന്നും ഇനി കുട്ടന് കൊടുക്കാതെ നശിപ്പിച്ചു കളയണമെന്ന് സ്വാമിയച്ഛൻ പറഞ്ഞത്. അതുകൊണ്ടാ ഞാനിതെല്ലാം എടുത്ത് കളഞ്ഞത്. ഈ മരുന്നിന് പകരം പുതിയ മരുന്നുകൾ സ്വാമിയച്ഛൻ അയക്കുന്നുണ്ട്. അത് നാളെ എത്തും. നാളെ മുതൽ അത് ഞാൻ കുട്ടന് കൊടുത്തു തുടങ്ങും. കുട്ടന്റെ ചികിത്സയ്ക്ക് യാതൊരു തടസ്സവും ഞാൻ കാരണം ഉണ്ടാവില്ല. സിദ്ധുവിന്റെ മരുന്ന് നാളെയല്ലേ വരൂ? അതുവരെ സിദ്ധുവിനെ ആര് നോക്കും? ഞാൻ നോക്കും. കുട്ടന് ഒരാപത്തും വരാതെ കുട്ടനെ ചികിത്സിക്കാൻ എനിക്കറിയാം. എനിക്ക് നിങ്ങളോടും ചിലതൊക്കെ ചോദിക്കാനുണ്ട്. കുട്ടൻ ഇത്രയും നാളും തെറ്റായ മരുന്നുകൾ നൽകിക്കൊണ്ടിരുന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാ അതൊന്ന് പരിശോധിക്കുക പോലും ചെയ്യാതിരുന്നത്? ഇപ്പൊ എന്നെ ചോദ്യം ചെയ്യാൻ വന്നവരെല്ലാം അപ്പൊ എവിടെയായിരുന്നു? അതുകൊണ്ട് ആരും ഇക്കാര്യത്തിൽ എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട. എന്തായാലും ഇനി ഇത് ചർച്ച ചെയ്ത് ആരും ഈ പ്രശ്നം വഷളാക്കണ്ട. ദേവിക എനിക്ക് വിശ്വാസമാണ്. ദേവിക മോള് ചെല്ലൂട്ടാ. ഓ മാറിന്നേ. നമ്മള് പ്ലാൻ ചെയ്തതൊന്ന്, സംഭവിച്ചത് മറ്റൊന്ന്. ഇത്തവണയും ജയ അവൾക്ക് തന്നെ. അവളെല്ലാവരോടും ചോദ്യം ചോദിച്ച് ഇരുത്തി കളഞ്ഞില്ലേ? സിദ്ധുവിന് കൊടുത്തോണ്ടിരുന്ന മരുന്ന് കുഴപ്പം പിടിച്ച മരുന്നാണെന്ന് അവള് പറയുമ്പോ എനിക്ക് അവളോട് തർക്കിക്കാൻ പറ്റില്ലല്ലോ. അവൾ ഇതിനിടെ സ്വാമിയച്ഛനായിട്ട് കൺസൾട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനത് ചിന്തിച്ചില്ല. ഏതായാലും നമ്മൾ സിദ്ധുവിന്റെ മുറിയിൽ വച്ചിരുന്ന മരുന്നുകൾ മുഴുവനും അവളെടുത്ത് കളഞ്ഞു. ഇനി സിദ്ധുവിന്റെ ചികിത്സ ദേവിക തന്നെ കൈകാര്യം ചെയ്യും. സ്വാമിയച്ഛൻ പുതിയ മരുന്നുകൾ അയച്ചു കൊടുക്കുമെന്ന് അവള് പറഞ്ഞത്. അത് വച്ച് ദേവിക സിദ്ധുവിന്റെ ചികിത്സ തുടരും. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? സിദ്ധുവിന്റെ ചികിത്സ കൃത്യമായിട്ട് നടന്നാൽ സിദ്ധുവിന്റെ ഓർമ്മ തിരിച്ചു കിട്ടും. അവൻ ഓർമ്മ തിരികെ കിട്ടിയാൽ നമ്മൾ പിന്നെ പിടിക്കപ്പെടില്ലേ? ഒന്ന് പതുക്കെ പറയടി. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ?
ഒന്നും സംഭവിക്കില്ല. നീ വെറുതെ ടെൻഷൻ ആവാതിരിക്കും. ദേവിക പുതിയ മരുന്നുകൾ വരുത്തട്ടെ. ആ മരുന്നുകൾ സിദ്ധുവിന് കൊടുക്കാതിരുന്നാ പോരെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മായേ, ഇപ്പോഴും എല്ലാം നമ്മുടെ കൈപ്പിടി തന്നെയാ. ദേവിക എന്തൊക്കെ നീക്കങ്ങൾ നടത്തിയാലും അതൊക്കെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ ഇനിയും എന്റെ കയ്യിൽ അടവുകളുണ്ട്. എടി, നീ പേടിക്കാതിരിക്കേ. സിദ്ധുവിന്റെ രോഗം ഭേദമാകാതിരിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തോളാം. എന്നാലും അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റിയില്ലല്ലോ. അതിന് കിട്ടിയ നല്ലൊരു അവസരമല്ലേ നനഞ്ഞ പടക്കം പോലെ ചീറ്റിപ്പോയത്. അതങ്ങനെ പൂർണ്ണമായും പരാജയപ്പെട്ടിട്ടില്ല മായേ. അവളെ, ആ ദേവികയെ ഇപ്പൊ വേണമെങ്കിലും പുറത്താക്കാം. ദേവികയെ മാത്രമല്ല, അവളുടെ അനിയത്തി ഗോപികയും. എങ്ങനെ? ഗോപിക അഞ്ജിതെ തല്ലിയത് അത്ര നിസ്സാര കാര്യമൊന്നും അല്ലല്ലോ. അത് പിടിച്ച് പിടിച്ച് നമുക്കങ്ങ് കയറണം. എടി, എല്ലാം വിശദമായി ഞാൻ പറഞ്ഞു തരാം. എന്താ, ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ? ശ്രമിക്കാം. എന്നാ ചെല്ല്, ധൈര്യമായിട്ട് ചെല്ല്. മോളെ, ഗോപിക തല്ലിയത് നിനക്ക് നന്നായിട്ട് വേദനിച്ചോ? വേദനിച്ചോന്നോ? കണ്ണിക്കൂടെ പൊന്നിച്ച പറഞ്ഞു. അമ്മാതിരി വേദനയായിരുന്നു. അവൾക്ക് തിരിച്ചൊരു പണി കൊടുക്കണം. കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാ നീ ഒരു നല്ല കാര്യം ചെയ്യാൻ ശ്രമിച്ചത്. അതിന് നിനക്ക് കിട്ടിയ പ്രതിഫലം ഇതായി പോയല്ലോ. വലിയ സങ്കടമുണ്ട് മോളെ. എന്തായാലും ഇതങ്ങനെ വെറുതെ വിടാൻ ഞാനും ഹരിയേട്ടനും ഉദ്ദേശിച്ചിട്ടില്ല. ഗോപികയും ദേവികയും ഇത്തരത്തിൽ ഈ വീട്ടിൽ വളരാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇന്ന് രണ്ടും കൂടി ഇവിടെ കാണിച്ച ധിക്കാരോ അഹങ്കാരോ ഉണ്ടല്ലോ, അത് വെച്ച് തന്നെ രണ്ടിനെയും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കും. കാറിന്റെ ഒച്ച വെക്കുന്നു. അബിയും ഋഷിയും ഓഫീസിൽ നിന്ന് വന്നെന്നോ തോന്നുന്നേ. അവരിവിടെ വരുമ്പോ നീ അബിയുടെ മുന്നിൽ ചെന്ന് നന്നായിട്ടൊന്ന് കരയണം. കരയാനോ? കരയണം. അപ്പോ അവൻ അതിന്റെ കാരണം ചോദിക്കും. ഗോപിക തല്ലിയതുകൊണ്ടാ നീ കരയുന്നതെന്ന് നീ പറയണം. പരമാവധി അവനെ എരിവ് കയറ്റണം. അതിനെനിക്കിപ്പോ കരച്ചിന് വരുന്നില്ല ആന്റി. ഞാൻ എന്ത് ചെയ്യും? ഇപ്പൊ കരച്ചിൽ വന്നല്ലോ. ഓക്കെ അല്ലേ? കരഞ്ഞോ കരഞ്ഞോ, നിർത്താതെ കരഞ്ഞോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.